ഹലോ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളതുണ്ടല്ലോ കുറച്ച് കുട്ടി കുട്ടി കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ചെറുപ്പത്തിലുണ്ടായിരുന്നല്ലോ എനിക്ക് എന്താ പറയുക, കാത് കുത്താൻ മീൻസ് സെക്കൻഡ് സ്റ്റഡ്. കാത് എന്തായാലും കുഞ്ഞിലെ നമുക്ക് കുത്തിത്തരും. അതല്ലാതെ എനിക്ക് സെക്കൻഡ് സ്റ്റഡ് ഇടുക അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് സെക്കൻഡ് സ്റ്റഡ് കുത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ സെക്കൻഡ് സ്റ്റഡോ ഇതൊക്കെ പഴയ ആൾക്കാർ ചെയ്യണതല്ലേ, എന്തിനാണ് അതൊക്കെ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഒരു 95% ആൾക്കാരും പണ്ടത്തെ സെക്കൻഡ് സ്റ്റഡ് നമ്മുടെ നാട്ടിൽ കുത്തിയിട്ടുള്ളത് കൊണ്ട് ഓക്കെ ഫൈൻ, പിന്നെ അത് സമ്മതിച്ചു. പിന്നെ എൻ്റെ അടുത്ത ആഗ്രഹം മൂക്ക് കുത്ത കണ്ടു. ഇതിപ്പോൾ ഞാൻ കുത്തി. അങ്ങനെ ഐ തിങ്ക് ഒരു 8th സ്റ്റാൻഡേർഡ് ഒരു 9th പഠിക്കുന്ന സമയത്ത് എനിക്ക് മൂക്ക് കുത്താനുള്ള ആഗ്രഹം വന്നത്. അങ്ങനെ ഞാനത് വീട്ടിൽ പറഞ്ഞു, എനിക്ക് മൂക്ക് കുത്തണം ഞാൻ. അപ്പോൾ മൂക്കോ അതൊക്കെ തമിഴ്നാട്ടുകാർ കുത്തുന്നതല്ലേ, അണ്ണാച്ചികളെ പോലെ ഇരിക്കും കാണാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് കുത്തണ്ടേ മീൻസ് നമ്മുടെ നാട്ടിൽ മൂക്ക് കുത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കൺസെപ്റ്റ് അല്ല കേട്ടോ. പണ്ട് മൂക്ക് കുത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക തമിഴ്നാട്ടുകാരെ പോലെ ഇരിക്കും, അവരാണ് ഈ മൂക്ക് കുത്തിയിട്ട്. ഞാനത് എൻ്റേതായിട്ടുള്ള ഒരു ഇതിൽ പറഞ്ഞതല്ല, എനിക്ക് അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ മൂക്ക് കുത്തണം എന്ന് പറയില്ലല്ലോ. അപ്പം നമ്മുടെ നാട്ടിലുള്ള ഒരു പൊതുവേ ഉള്ളൊരു കൺസെപ്റ്റാണ് മൂക്ക് കുത്തുന്നത് തമിഴ്നാട്ടുകാരാണ്, അണ്ണാച്ചി ലുക്ക് ഉണ്ടാവും, അവരാണ് ഇത് കുത്തുന്നത് എന്നുള്ളത്. പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു മൂക്ക് കുത്തണം എന്ന്. നമുക്ക് കുഞ്ഞ് സ്റ്റഡ് മീൻസ് നമുക്കിഷ്ടമുള്ളത് ഒരു ലൈഫല്ലേ ഉള്ളൂ. നമുക്കിഷ്ടമുള്ളത് നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാലോ, അത്രയും ഞാൻ വിചാരിച്ചുള്ളൂ. അങ്ങനെ സമ്മതിച്ചില്ല. കാത്തിരുന്ന് കാത്തിരുന്ന് പുഴ മെലിഞ്ഞെന്ന് പറഞ്ഞ പോലെ പുഴയും മെലിഞ്ഞ് കാടും പോയി എന്ന് പറഞ്ഞു. എൻ്റെ മൂക്കുകുത്തൽ ആഗ്രഹം സാധിപ്പിച്ചെടുത്തത് ഞാനൊരു 23-24 വയസ്സിലാണ് ഞാനത് സാധിപ്പിച്ചെടുത്തത്. എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൂക്ക് കുത്തുന്ന പെൺകുട്ടികളെ ചെക്കന്മാർക്ക് ഇഷ്ടമില്ല. അങ്ങനത്തെ എന്തിനാ പിന്നെ മൂക്ക് കുത്തണേ, നീ വേണമെങ്കിൽ മൂക്ക് കുത്തിക്കോ, എപ്പോ ചെക്കനോട് ചോദിച്ചിട്ട് കുത്തിക്കോ. അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ ഞാനവിടെ ലോക്ക്ഡൗൺ. അങ്ങനെ സമയം കഴിഞ്ഞു നമുക്ക് ഇഷ്ടമുള്ളത് എന്താ ചെയ്യുക, അങ്ങനെ ഞാനത് വിട്ടു. പിന്നെ കല്യാണമൊക്കെ ഉറപ്പിച്ച സമയത്ത് ഞാൻ ജസ്റ്റ് എൻ്റെ ചെക്കൻ്റെ അടുത്ത് ഇങ്ങനെ മൂക്ക് കുത്തണം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ കുത്തിക്കെന്ന് പറഞ്ഞു. അന്ന് തന്നെ ഞാൻ പോയി മൂക്കുത്തി. അങ്ങനെയാണ് ഞാൻ ഈ മൂക്ക് കുത്തിയത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 years ഒക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ മൂക്ക് കുത്തി. അതൊന്ന്. ഇതേപോലെ തന്നെ എൻ്റെ ലൈഫിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു. ഞാൻ മീൻസ് ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഓരോരുത്തരും വീഡിയോ അന്നത്തെ കാലത്ത് ഉമ്മാക്ക് ഇൻസ്റ്റഗ്രാം ഒന്നും ഇല്ലല്ലോ. വീഡിയോ ആരെങ്കിലും ഇടുമ്പോഴത്തേക്കും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന കുറച്ച് അറിയാലോ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. അങ്ങനെ കുറച്ച് മാണങ്ങളുണ്ട്, ഇവർ ചെന്നിട്ട് അറിയിക്കും. എന്തിനാ ഇവൾ ഇങ്ങനത്തെ വീഡിയോ ചെയ്തത്, ഇവൾക്ക് അങ്ങനെ ചെയ്താൽ പോരെ, ഇങ്ങനെ ചെയ്താൽ പോരെ, ഇതൊക്കെ ഇട്ടിട്ട് എന്ത് കാണിക്കാനാണ് വെറുതെ. അങ്ങനെ കുറച്ച് അതൊന്നും പറയണ്ട. ഇങ്ങനെ ഓരോരുത്തർ പറയും. അപ്പം ഞാൻ ഇങ്ങനെ കുത്തി ചോദിക്കും, അതാരാ പറഞ്ഞേന്ന്. അപ്പോൾ പറയില്ല, നീ എന്തിനാ അറിയേണ്ട ആവശ്യം, എല്ലാം ഞാൻ അറിയുന്നുണ്ട്. അങ്ങനെ ഞാൻ പറയാൻ മാത്രമുള്ള വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഇനീഷ്യലി എന്ത് ചെയ്യുമ്പോഴും എല്ലാവർക്കും പ്രശ്നമായിരിക്കും അല്ലേ. അതേപോലെ തന്നെ എനിക്കും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഫൈനലി അങ്ങനെ കാത് കുത്തി, മൂക്ക് കുത്തി. ഇപ്പോൾ വീഡിയോസ് ഇടുന്നതിനും പ്രശ്നമില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത് അതല്ല. കുറച്ച് മുന്നേ എൻ്റെ അനിയത്തി മൂക്ക് കുത്തണം എന്ന് പറഞ്ഞു. അപ്പം മൂക്ക് കുത്തിക്കോ, അവളെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അവളെ കല്യാണം ഉറപ്പിച്ചിട്ടില്ല. ഞാൻ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടാണെന്നറിയോ ഇതൊന്നും കുത്തിയത്. അവള് പുഷ്പം പോലെ ഉമ്മ മൂക്ക് കുത്തണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഉമ്മയാണ് മൂക്ക് കുത്താൻ കൊണ്ടുപോയത്. അതാണ് എനിക്ക് സങ്കടം. എന്തിന് വേസ്റ്റഡ്, എൻ്റെ എത്രയോ സമയം വേസ്റ്റഡ്. അങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് എന്ത് ചെയ്യാനും ഒരു പ്രശ്നമില്ല. നമ്മളെന്തെങ്കിലും ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ അതാരും ചെയ്യാത്തതാണ്. ബേസിക്കലി ഉള്ളൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർക്കല്ല ഇതിൻ്റെ ഒന്നും പ്രശ്നം. കുറച്ച് കുടുംബക്കാരും കുറച്ച് നാട്ടുകാരും ഉണ്ട്. ഇവരാണ് എല്ലാം പുറത്തി കൊടുക്കുന്ന ആൾക്കാർ. അപ്പം ഇവര് എന്ത് പറയും, നാട്ടുകാരെന്ത് പറയും, കുടുംബക്കാരെന്ത് പറയും എന്നുള്ളതാണ് ഇനീഷ്യലി പ്രശ്നം. പിന്നെ അറിഞ്ചും പറഞ്ഞും കുടുംബത്തിൽ എല്ലാവരും മൂക്കുകുത്തലായി. അപ്പം മൂക്കുകുത്തൽ ട്രെൻഡായി. എന്താ പറയാൻ, ഇപ്പൊ ആർക്കും മൂക്ക് കുത്തിയാലും പ്രശ്നമില്ല, മൂക്ക് കുത്തിയില്ലേലും പ്രശ്നമില്ല. കല്യാണം കഴിഞ്ഞതാവട്ടെ, കല്യാണം കഴിഞ്ഞില്ലേ, അവരവരുടെ ഇഷ്ടം. എന്താ ചെയ്യാ, ഞാനൊക്കെ എടുത്ത എഫേർട്ടായിരിക്കാം അല്ലേ. നിങ്ങൾക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസുകളുണ്ടോ? അങ്ങനെയാണെങ്കിൽ
കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. എനിക്കും അറിയാനാ ഇങ്ങനെയൊക്കെയാണ് എല്ലായിടത്തും നടക്കുന്നതെന്നുള്ളത്.